അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഇത്രയും നാളായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടോ ശ്രീനേട്ടാ? നമ്മളിത് എങ്ങനെ മനസ്സുകൊണ്ട് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അൺപ്ലസന്റ് എക്സ്പീരിയൻസ് പോലും നമുക്ക് നല്ലതാണ്. നല്ലതല്ലേ, അതൊരു പരിചയമല്ലേ, അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അതിൽ നിന്ന് പഠിക്കാനും ഉണ്ടാവും. നല്ല കാര്യങ്ങളിൽ നിന്ന് മാത്രം എല്ലാം പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് ചുമ്മാ പറയുന്നതല്ലേ, ആ സമയത്ത് നമുക്ക് മനസ്സിലൊരു വേദന വരില്ലേ? വേദനയൊക്കെ വരും. അങ്ങനെയുള്ള എന്തെങ്കിലും മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന എല്ലാ വികാരങ്ങളും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ മനുഷ്യൻ വലുതാവുന്നത് എത്ര വേഗം നമുക്കിതൊക്കെ സഹിക്കാനും പൊറുക്കാനും കഴിയുന്നു എന്നുള്ളതനുസരിച്ചാണ് ഒരു മനുഷ്യൻ വലുതാവുന്നതും ചെറുതാവുന്നതും. സത്യമാണ്. ജീവിതകാലം മുഴുവൻ ഒരു ദേഷ്യം കൊണ്ടു കിടക്കാൻ വേണമെങ്കിൽ അപ്പം മറ്റൊരാളോട് നമ്മൾ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ BM ഹെഗ്ഡെ, അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ്, സർജറിയിൽ അവാർഡ് കിട്ടിയ ആളാണ്. 79 വയസ്സായി. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ, നമ്മളിപ്പോൾ ഒരാളെ അടിക്കാൻ തുടങ്ങുമ്പോൾ ഈ സെല്ലുകൾക്ക് സൗമ്യതയുടെ ഭാഷ മാത്രമേ അറിയൂ. നമ്മൾ വേറൊരാളോട് ഒരു വിദ്വേഷം വെച്ച് പുലർത്തിയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ നൽകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ പരിഭ്രാന്തരായി പരക്കം പായുന്നതാണ്. മനസ്സിലായില്ലേ? വളരെ മോശമാണ്. ഒരാളോടുള്ള വിദ്വേഷം വെച്ച് പുലർത്തിയാൽ അവരവർക്ക് തന്നെയാണ് കേട്. നമ്മുടെ സെല്ലിന് ഇത് പരിചയമില്ല. 120 ട്രില്യൺ സെല്ലുകളാണത്രേ. Oh, so it's not only psychological, it is biological also. Biological also. അതാണ് പ്രശ്നം. അതുകൊണ്ട് ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാം എടുത്ത് കളഞ്ഞേ. നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലതല്ലേ? നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. നീട്ടിക്കൊണ്ടുപോകണ്ട.